നമസ്കാരം. ക്ഷേത്രങ്ങളിൽ നമസ്കരിക്കുമ്പോൾ എങ്ങോട്ട് നോക്കി നമസ്കരിക്കണം? നമ്മൾ കാണുന്നുണ്ട്, കുറച്ചു പേർ ദേവനെ നോക്കി നമസ്കരിക്കും, കുറച്ചു പേർ ഒന്ന് നേരെ വടക്കോട്ട് നോക്കിയായിരിക്കും നമസ്കരിക്കുക. ഇതിലേതാണ് ശരി എന്ന് പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്. ഉത്തരം സിമ്പിളാണ്. എല്ലാ സർക്കംസ്റ്റാൻസസിലും അപരക്രിയ ഒഴിച്ച്, അപരക്രിയ എന്ന് പറയുന്നത് മരണാനന്തര ചടങ്ങുകൾ, അതിനോടനുബന്ധിച്ചിട്ടുള്ളതെല്ലാം ഒഴിച്ച് എവിടെ എങ്ങനെയായാലും നമസ്കരിക്കുന്നവരുടെ ശിരസ് കിഴക്ക് നോക്കി ഇരിക്കണം, ഇല്ലെങ്കിൽ വടക്ക് നോക്കി ഇരിക്കണം. ഇപ്പം സിമ്പിളാണ് കാര്യം. ദേവൻ കിഴക്ക് നോക്കിയാണ് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ, കാരണം 90% ക്ഷേത്രങ്ങളിലും പ്രധാന ദേവൻ, ഉപദേവന്മാർ ഇതെല്ലാം കിഴക്ക് നോക്കി ആയിരിക്കും പ്രതിഷ്ഠ. അപ്പോൾ നാം നമസ്കരിക്കുന്നത് വടക്ക് നോക്കിയാണ് നമസ്കരിക്കുന്നത്. അതായത് ക്ഷേത്രത്തിലെ പൂജാരി ഇരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ദേവന്റെ വലതു ഭാഗത്തിരുന്ന് വടക്ക് നോക്കി ഇരുന്നിട്ടാണ് പൂജ കഴിക്കുന്നത്. അപ്പോൾ നാം അതേ ഡയറക്ഷനിൽ അതുപോലെ തന്നെ നോക്കി വടക്ക് നോക്കി നമസ്കരിക്കുക. ഇനി ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ പടിഞ്ഞാറ് അഭിമുഖമായിട്ട് ദേവനുണ്ട്. പടിഞ്ഞാറ് അഭിമുഖമാക്കിയാൽ ദേവനെ നോക്കി നമസ്കരിച്ചാൽ മതി. അത് കിഴക്കോട്ടാണ്, ശിരസ് കിഴക്കോട്ടാണ്. ഇനി തെക്കോട്ട് ദർശനമായിട്ട് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും അതേപോലെ വടക്കോട്ട് നോക്കി, അതായത് ദേവനെ നോക്കി തന്നെ നമുക്ക് നമസ്കരിക്കാം, തെറ്റില്ല. കാരണം ശിരസ് വടക്ക് നോക്കി തന്നെയാണ്. അപ്പോൾ ഓർക്കുക, പടിഞ്ഞാറും തെക്ക് ഭാഗത്തേക്ക് നോക്കി പ്രതിഷ്ഠയുള്ള ദേവനെ നമസ്കരിക്കുന്നത്, ദേവനെ നോക്കി അങ്ങ് നമസ്കരിച്ചാൽ മതി. കിഴക്ക് ദർശനമാക്കിയിട്ട് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വടക്ക് നോക്കി നമസ്കരിക്കുക. അപ്പൊ തമ്പ് റൂൾ എന്താണ്? നാം ആരെ നമസ്കരിച്ചാലും, വൃദ്ധജനങ്ങളെ നമസ്കരിച്ചാലും ശരി, ആരെ നമസ്കരിച്ചാലും ശരി, നമ്മളുടെ ശിരസ് കിഴക്കോട്ട് നോക്കി ആയിരിക്കണം, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കി ആയിരിക്കണം. ഈ ഒരു ഒറ്റ റൂൾ മനസ്സിൽ വെച്ചാൽ മതി. ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.